ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരു വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു വ്ളോഗാണ്. ഇന്ന് നിച്ചിട്ട് സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ 2 o'clock പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിച്ചൊരു ഡാൻസിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് 12 o'clock ആകുമ്പോൾ നിച്ചിനെ സ്കൂളിൽ കൊണ്ടേ വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 o'clock ആകുമ്പോഴേക്കും തിരിച്ച് പോകും കേട്ടോ. അപ്പം ഇന്ന് സ്നാക്സും വാട്ടർ ബോട്ടിലൊക്കെ മതി. അപ്പം ഞങ്ങൾ ഇനി സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതേപോലെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിച്ചുവിൻ്റെ സ്നാക്സ്, ലഞ്ചല്ല കേട്ടോ, സ്നാക്സ്. അപ്പോൾ ഉച്ചയ്ക്കാണല്ലോ നമ്മൾ പോകുന്നത്, അതുകൊണ്ട് സ്നാക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സ്നാക്സ് ഉണ്ട്. പിന്നെ വാട്ടർ ബോട്ടിലും റോള്, ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് റോളും, പിന്നെ അതേപോലെ ഈ ഒരു സ്നാക്സുമാണ് എടുത്തേക്കണേ, പക്വട. ഇത്രയാണ് കേട്ടോ ഇന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത്. ഓക്കെ, സ്കൂളിലോട്ട് പോവാണ്. ഞങ്ങൾ നടന്ന് ഈ റൂട്ടാണ് പോകുന്നത്. നമുക്ക് ഷോർട്ടായിട്ട് വരാൻ പറ്റും കേട്ടോ. അടുത്താണ് ഈ സ്കൂള്. നമ്മൾ ഈ സ്കൂളിൻ്റെ ബാക്കിലൂടെ കയറും ഉള്ളിലോട്ട്. ഞങ്ങൾ സ്കൂളിലോട്ട് എത്തി. ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്, അപ്പോൾ അതിലേ നമ്മൾ ഉള്ളിലോട്ട് കയറും. ആണോ? ഞങ്ങളിതാ സ്കൂളിലോട്ട് എത്തി. ആനുവൽ ഡേ. ഞാൻ സ്കൂളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. പിള്ളേരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഡാൻസ് പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ട്. നിച്ചുവിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ, ഡാൻസിൻ്റെ. അമ്മ നോക്കട്ടെ, ബാക്കോട്ടേക്ക് കുറച്ച് ബാക്കോട്ടേക്ക്. എവിടെ? അവിടെ എന്നിട്ട് പറ. ഞാൻ വാങ്ങി. അങ്ങനെ ഗസ്റ്റ് എത്തിയപ്പോൾ 2 o'clock സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് 3 o'clock ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഗസ്റ്റ് വന്നു കഴിഞ്ഞപ്പം തുടക്കം തന്നെ മാർഷൽ ആർട്സ്, അതായത് ഇവിടെ കരോട്ട, സ്കേറ്റിങ്, അതേപോലെ യോഗയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസോട് കൂടിയിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഒരാൾ സിംഗറായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ കുറേ നേരമായിട്ട് ഈ ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അവരുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായതുകൊണ്ട് അവരെ സ്റ്റേജിലോട്ടിൻ്റെ ബാക്കിലോട്ടായിട്ട് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ കുട്ടികളുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ഇത് KG സെക്ഷൻ്റെ പ്രോഗ്രാംസാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ കോസ്റ്റ്യൂം സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന പ്രോഗ്രാം എത്തി. നിച്ചുവിൻ്റെ ഡാൻസാണ് കേട്ടോ. ആനുവൽ ഡേയിൽ ഫസ്റ്റ് ടൈമാണ് നിച്ചു ഡാൻസ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ ആനുവൽ ഡേയിൽ ഒരു പ്രോഗ്രാമിനും ഉണ്ടായിരുന്നില്ല. അതേപോലെ ആദ്യമായിട്ട് ചിൽഡ്രൻസ് ഡേയുടെ എന്നാണ് ഡാൻസ് കളിച്ചെങ്കിൽ സ്റ്റേജിൽ കയറി. ആനുവൽ ഡേയുടെ ഇത് സെക്കൻഡ് ടൈമാണ് കളിക്കുന്നതെങ്കിലും ആനുവൽ ഡേക്ക് ഫസ്റ്റ് ടൈമാണ്. ആനുവൽ ഡേയുടെ ഡാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് നിച്ചു കളിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കളിക്കുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്ക് നമ്മുടെ കുട്ടികൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ കാണാനൊക്കെ ഒത്തിരി സന്തോഷവും, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു ഏറെ സന്തോഷം തന്നൊരു നിമിഷമാണ്. സോ അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചതാണ് കേട്ടോ.
പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ, നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഡാൻസ് കളിച്ചതും പെർഫോം ചെയ്തതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണും. അയ്യോ ആ ചിരി കണ്ടില്ലേ, അത് ഞാൻ ഫ്രണ്ടിലിരുന്ന് വീഡിയോ എടുക്കുക കേട്ടോ. എന്നെ കണ്ടതിൻ്റെ ഒരു ഒരു ചിരിയാണ് കണ്ടത്. അപ്പോൾ എനിക്കും ഇങ്ങനെ നമ്മൾ ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസോ ഒക്കെ ചെയ്ത പഴയ ഫോട്ടോസോ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണണം ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് വെക്കാനൊക്കെ പറ്റും. അന്നൊക്കെ ആര് വീഡിയോ എടുക്കാൻ, അപ്പം നമ്മുടെ വീഡിയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ തന്നെ അതൊക്കെ ആലോചിച്ചിട്ടാട്ടോ എടുത്തത്. തന്നെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടക്കുമ്പോൾ എത്രയോ പാരൻസാണ് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ, അതൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുട്ടി പെർഫോമൻസ് ഒക്കെ നമുക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല മെമ്മറബിൾ മൊമെൻറ്റ്സ് ആണ്. പണ്ടൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. സോ അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൻ്റെ അതൊക്കെ നന്നായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും കോസ്റ്റ്യൂംസൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റേജ് ഫെയർ ഒന്നുമില്ലാതെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു ആനുവൽ ഡേ അപ്പോൾ KG സെക്ഷൻ കഴിയുകയാണ്. ഇപ്പോൾ UKG ആണല്ലോ, ഒരു KG സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുവാണ്. സോ ആ ഒരു ക്യൂട്ട്നെസ്, കുട്ടികളുടെ ആ ക്യൂട്ട്നെസ്സും അവരുടെ ആ ഒരു പെർഫോമൻസും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ വന്നാലും ഈ പ്രാക്ടീസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഒരു പ്രത്യേകത തോന്നിയത് അവർ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂംസ്, ഓർണമെൻറ്റ്സ് ഒക്കെ ലാസ്റ്റ് ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് കുട്ടികൾക്ക് തന്നെ കൊടുത്തു. ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിൽ മേക്കപ്പൊക്കെ കണ്ടത്. അതുകൊണ്ട് സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ നീച്ചുവിനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. അതേപോലെ തന്നെ പിള്ളേരെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് അവരെ ഇത്രയും നന്നായിട്ട് പഠിപ്പിച്ചെടുത്ത ഡാൻസ് ടീച്ചറെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം എല്ലാ കുട്ടികളും ഒന്നിനൊന്നും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തു. അതേപോലെ ഇവരെ സപ്പോർട്ട് ചെയ്തവരെ പിന്നെ മേക്കപ്പൊക്കെ ചെയ്ത ടീച്ചേഴ്സിനെ. കാരണം കുഞ്ഞു പിള്ളേരെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഭാഗങ്ങളിൽ മ്യൂസിക് ഒഴിവാക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കറിയത്തില്ല, എന്തോ എനിക്കറിയില്ല, മ്യൂസിക്കിന് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി മ്യൂസിക്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മ്യൂസിക് ഒഴിവാക്കുന്നത്. എന്തായാലും അങ്ങനെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പിള്ളേർ നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് അവർ നേരെ ക്ലാസ്സിലോട്ട് പോയി നമ്മളിനി പിക്ക് ചെയ്താൽ മതി. പിന്നെ ക്ലാസ്സിൽ നിന്ന് കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണ് പ്രോഗ്രാംസൊക്കെ കണ്ടത് കേട്ടോ. എൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒരു 8 o'clock ആയപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ഇതാണ് വാങ്ങിയത്, മറ്റൊരു വേറൊരു വൈറ്റ് എടുത്തായിരുന്നു, അതല്ലേ ഒന്ന് രസമിച്ചു. കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട് നിച്ചുവിനെ ഒന്ന് കുളിച്ച് മേക്കപ്പൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങിയത്. ആ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം തിരക്ക്, നല്ല ടയേർഡുമാണ് ആ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അളകാപുരിയിൽ പോയിട്ട് നൈറ്റ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ആണ് ഇനി വീട്ടിലോട്ട് പോകുന്നത്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ഡു സപ്പോർട്ട് അവർ ചാനൽ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ, ബൈ.